ഹലോ ഹൗ ആർ യു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങൾ ഇന്നൊരു ഗ്യാങ് ആയിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കായ കോണാലുണ്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അരേഞ്ച് ആണെങ്കിൽ ഓബ്വിയസ്ലി എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. പിന്നെ ജിജി, അനൈ, ഋത, നിളക്കുട്ടിയും ഇഷാനും. ഞങ്ങളിത് അവിടെ എത്തി, ജസ്റ്റ് എൻട്രി ചെയ്തു, അതിനുശേഷം ടാഗൊക്കെ ഇട്ടു, എന്നിട്ട് കുട്ടികളെ കൊണ്ട് അങ്ങ് കയറി. അങ്ങനെ ഓരോ റൈഡ്സ് വീതം ഇങ്ങനെ കറങ്ങി 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 മിഡിൽ ഏജിലുള്ള ഒരു കുട്ടികൾക്ക് അത്ര ഒത്തിരി അങ്ങ് റൈഡ്സ് ഒന്നുമില്ല കേട്ടോ. ലിറ്റിൽ ഏജിലുള്ള കുട്ടികൾക്കും പിന്നെ ഒരു എബവ് 15 ഇയേഴ്സിനും വേണ്ടിയിട്ടാണ് കോണാലുണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് കേട്ടോ. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ തന്നെ ഞാനിപ്പോൾ റെഫർ ചെയ്യുകയാണെങ്കിൽ കോപ്പൻഹാഗനിലെ ട്രിവോലിയും ഇവിടെ തന്നെ കോൾമാഡനും ഒക്കെ ആയിരിക്കും പറയുക. ഇവിടെ ഇതുപോലത്തെ ബിഗ് റൈഡ്സ് ഉണ്ട് കേട്ടോ. ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസം നിന്ന് പോകും. അങ്ങനെയുള്ളൊരു റൈഡ് ചെയ്യാൻ അടുത്ത് പോയി നിന്ന് കാണാം കേട്ടോ. അത് കണ്ടുകൊണ്ടൊന്നും ഞങ്ങൾക്ക് തന്നെ അതിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലിരിക്കുന്നവർക്കോ എൻ്റെ ഗുരുവായൂരപ്പ എപ്പോൾ അതങ്ങോട്ട് മുകളിലോട്ട് പോയിട്ട് താഴേക്ക് വരുന്ന ആ സ്പീഡൊന്ന് കാണണം കേട്ടോ. താഴെ നിന്നാൽ നമ്മുടെ ഹാർട്ട് നിന്നു അമ്മോ. അതിലിരിക്കുന്നവരൊക്കെ എത്തിയിട്ടുണ്ടാവും താഴേന്ന് വിശ്വസിക്കുന്നു. ഇത് കണ്ട് ടെൻഷനായിട്ട് ജാനകി കുട്ടികളുടെ റൈഡ്സിലൊക്കെ കയറിയായിരുന്നു. പിന്നെ നിളക്കുട്ടിക്ക് നല്ല കമ്പനി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരുടെ അവർ മാത്രമല്ല, അതിൻ്റെ ബാക്കിലിരുന്ന് ഞാനും അതിൻ്റെ റൈഡ് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കിൽ തന്നെ ഈശാനും ആര്യനും അതിൻ്റെ ബാക്കിൽ അനയും വരുന്നുണ്ട്. കുട്ടികൾ ഓരോ മെമ്മറീസ് ഉണ്ടാക്കുകയല്ലേ, അതിൻ്റെ കൂടെ നമ്മൾ അമ്മമാരും ഇങ്ങനെ എനിക്ക് പറ്റുന്ന അനുസരിച്ചിട്ട് ഞാൻ ഈ ഡേ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് കയറി രാത്രിയിലാണ് തിരിച്ചിറങ്ങണത്. ഇവിടെ സമ്മറായതുകൊണ്ട് പിന്നെ രാത്രി കുറവാണല്ലോ. അങ്ങനെ കിട്ടുന്ന പാർട്സ് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നാളെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ഒരു മെമ്മറീസ് ആയിരിക്കും. നമുക്ക് അപ്പോഴേ അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മൾ ജസ്റ്റ് അങ്ങ് ഡോക്യുമെൻ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. ഋതയുടെയും ജിജിയുടെയും അനിയുടെയും ഇഷാൻ്റെയും നിളക്കുട്ടിയുടെയൊക്കെ കൂടെ ഉള്ള വലിയൊരു മെമ്മറി ഡേ ആയിരുന്നു കേട്ടോ. ഇത് ഒബ്വിയസ്ലി നമ്മൾ 3 പേരും ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ കുറച്ച് സ്നാപ്സൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു കേട്ടോ. പിന്നെ പതുക്കെ നമ്മൾ 3 പേരും 3 പേരുടെ വീട് പിടിച്ചു. അപ്പോൾ ശരി, ബൈ. വേറൊരു വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് പറയാം.